ഇന്നൊരു നേച്ചർ വാക്കിൻ്റെ ദിവസമായിരുന്നു. MJSZQ പ്രീ സ്കൂളിൽ നിന്നും 3, 4, 5 വയസ്സ് പിന്നിട്ട പ്രിയ മക്കളോടൊന്നിച്ച് ഞങ്ങൾ മൃഗങ്ങളെ കാണാനും ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കാനും അനുഭവിച്ച് മനസ്സിലാക്കാനും വേണ്ടി ഒരു യാത്ര പുറപ്പെട്ടു. ആദ്യം ഞങ്ങൾ പശുവിനെ വളർത്തുന്ന കേന്ദ്രത്തിലേക്കാണ് നീങ്ങിയത്. പശുവിനെക്കുറിച്ചും പശുവിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ കണ്ടും അവരെ സ്പർശിച്ചും പ്രിയ മക്കളൊക്കെ അതിനെക്കുറിച്ചുള്ള ഓരോ വാക്കുകളും, അതുപോലെ അത് അറബിയിൽ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നത്, മലയാളത്തിൽ പറയുന്നത്, ഒരു ഭാഷകൾ അനുസരിച്ച് തന്നെ അവർ പഠിച്ചതും അതുപോലെ ടീച്ചേഴ്സ് അവർക്ക് ട്രെയിൻ ചെയ്യുന്നതും വളരെ നല്ലൊരു കാഴ്ചയായി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആടിനെ കാണാൻ വേണ്ടിയിട്ട് നീങ്ങി. ആടുകളെ കാണാൻ വേണ്ടി പോയപ്പോൾ ആട് പുറത്തേക്ക് ഇറങ്ങുന്നേ ഇല്ല. കുട്ടികൾക്കാണെങ്കിൽ ആടുകളെ കാണുകയും വേണം. പിന്നെ ഒന്നും നോക്കിയില്ല, ആടിൻ്റെ ആലയിൽ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ഒരാടിനെയും പിടിച്ച് അതിൻ്റെ മുമ്പിൽ ഒരു ഗുസ്തി മത്സരം തന്നെ നടന്നു കൂട്ടാ. ഒരുപാട് ആടുകളുണ്ടെങ്കിലും ആടൊന്നും നമ്മുടെ കയ്യിലേക്ക് വരണ്ടേ. നമ്മളൊരു അപരിചിതനെ പോലെ കണ്ട് ഒരാടിനെയും കിട്ടി ഒരു ചെറിയ കുഞ്ഞിനെയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി മക്കൾക്ക് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തു. ചെവിയും അതുപോലെ മറ്റോരോ അവയവങ്ങളെക്കുറിച്ചും പറഞ്ഞു കൊടുക്കാനും അവർക്ക് മനസ്സിലാക്കാനും സാധിച്ചു എന്നത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. ചെറിയ മക്കളല്ലേ, ഈ കുട്ടികളോട്, ഈ കുഞ്ഞുങ്ങളോട് അവർ സംസാരിക്കുന്നത് പോലെ നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ. അതിനിങ്ങനെ മിണ്ടിയും പറഞ്ഞും ഓരോ ശബ്ദങ്ങളുണ്ടാക്കി കുട്ടികൾ അതിങ്ങനെ സ്പർശിക്കുമ്പോൾ അതിങ്ങനെ കരയുന്നതാണോ ചിരിക്കുന്നതാണോ കുട്ടികളെ കണ്ട സന്തോഷം പ്രകടിപ്പിക്കാനോ എന്നുപോലും നമുക്കറിയാത്തൊരു രൂപമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിൽ തന്നെ വളരെ വിശാലമായി കിടക്കുന്ന ഏക്കറക്കണക്കിന് സ്ഥലങ്ങളിലാണ് ആടിൻ്റെയും പശുവിൻ്റെയും കോഴിയുടെയും താറാവിൻ്റെയും മറ്റൊരുപാട് ജീവികളൊക്കെ ഒരുമിച്ച് വരുന്ന അവരുടെ ഫാം സെറ്റ് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടുകാരാണ് ഇത് സെറ്റ് ചെയ്ത് കൊണ്ട് നടന്ന് പരിപാലിക്കുന്നത്. വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു അവർക്ക്. മുട്ട വിരിഞ്ഞുണ്ടായ കോഴിക്കുഞ്ഞിനെയും താറാവ് കുഞ്ഞിനെയും ഞങ്ങളിങ്ങനെ കയ്യിൽ പിടിച്ച് മക്കൾക്കൊക്കെ സ്പർശിക്കാനും അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ബത്തയും ദീക്കും അവർ പറഞ്ഞു പഠിക്കുന്നതും കാണാൻ വല്ലാത്തൊരു രസം തന്നെയായിരുന്നു. തൊട്ടടുത്ത് തന്നെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന വയലും വയലിൽ ചൂണ്ടയിടുന്ന മക്കളും അതുപോലെ തെങ്ങിൻ തോപ്പുകളും എല്ലാം മക്കൾ കണ്ട് ആസ്വദിച്ച് നടന്ന് തിരിച്ച് കലാലയ മുറ്റത്തിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു സന്തോഷത്തോടു കൂടെയുള്ള ആ മുഖത്തിൻ്റെ ഭംഗി മാറ്റിയെടുക്കുന്നുണ്ടായിരുന്നു.